അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്കിവിടെ റാഹത്താണ്. അപ്പം ഞാൻ എൻ്റെ പെരേന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. രാത്രിയിലാണ് വന്നത്. പിന്നെ പിറ്റന്നാളാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഇതൊന്നും ഞാൻ എടുത്ത് വെച്ചിരുന്നില്ല. തലേന്ന പീടിയെന്ന് എല്ലാ സാധനങ്ങളും കൊടുന്ന് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. നേരം വെളുത്തിട്ട് ഓരോ പണിക്കൊരുങ്ങാണ്. നീച്ചപ്പാടുതാ ഞാൻ ഫ്രിഡ്ജ് അവിടെ ഓഫാക്കിയിട്ടോ. ഇനി ഓരോ സാധനങ്ങൾ വെച്ചുണ്ടാക്കണമല്ലോ. 2 ദിവസം നമുക്ക് ഈ അടുക്കളയിൽ നിന്നൊരു മാറ്റം കിട്ടിയൊക്കെയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ പീടികക്കുടമൊക്കെ എടുത്ത് വെച്ചിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒന്നിനും തോന്നണില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് തിരുമ്പാണ്ട്. 2 ദിവസമാണെങ്കിലും പോകുമ്പോൾ ഷാലുവിൻ്റെയും മോനുവിൻ്റെ ഒക്കെ യൂണിഫോം കഴിച്ചിട്ടിട്ടാണ് പോയിക്കണത്. തിരുമ്പാൻ പറ്റിയിട്ടില്ല. പിന്നെ മുറ്റത്തൊക്കെ ഒരുപാട് ചപ്പുണ്ട്. അപ്പോൾ ഞാൻ അടുക്കള പണിയൊക്കെ അവിടെ ഇട്ടിട്ട് എന്ത് ചെയ്തു, ആദ്യം മുറ്റൊന്നൊക്കെ അടിച്ചോരി തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കളയേക്കാണ് കയറാച്ചിട്ടാണ്. ഒന്നിനും തോന്നണില്ല കേട്ടോ. അവനാൻ്റെ കൂടെ നിങ്ങൾ വന്നാൽ 2 ദിവസം ഭയങ്കര ഒരു വിഷമ ദേഷ്യം എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നുള്ളതെന്ന് കമൻറ്റ് എഴുതണം കേട്ടോ. പിന്നെ എന്ത് ചെയ്തു, നിസ്കാരം കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ചു നേരം അവിടെ കടന്നു. 6:30ക്കാണ് പിന്നെ നീച്ചത് കേട്ടോ. ഷാലും മോനൊക്കെ 7 മണി 7:15 കൊണ്ട് നീച്ചപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, മുറ്റൊക്കെ അടിച്ചു വരാൻ നിന്ന് കുറച്ച് പുല്ലൊക്കെ പറിച്ച്. 2 ദിവസത്തിനാ പോയതാലും വന്നാൽ ഒരുപാട് പണി ഉണ്ടാവും കേട്ടോ. കുറേ ദിവസത്തിന് പോയ മാതിരി തോന്നും. എന്നാൽ ഈ പുറം പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കള പണി എടുക്കുമ്പോൾ വലിയൊരു ഇടങ്ങറ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ വെച്ചുണ്ടാക്കണ്ടെന്നൊന്നും അറിയണില്ല. അപ്പോൾ ഷാലും മോനും പറഞ്ഞു നമുക്കിന്ന് ബിരിയാണി വെക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തേലും തട്ടി ഒപ്പിച്ച് ഓൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ കരുതിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ ഇടും. അതിനെക്കാട്ടും നല്ലത് ഇതൊക്കെ ചെയ്തിട്ട് ചെറിയ ഓരോ പണി ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാലേ സമാധാനം കിട്ടുള്ളൂ. പിന്നെ നമ്മൾ എത്ര നേരം ഇരുന്നാലും നമ്മൾ തന്നെ ചിജ്ജണല്ലത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. വന്ന പാട് കുക്കറൊക്കെ എടുത്തപ്പോൾ കുക്കർ ആകെ മൊത്തം സ്കൂറൊക്കെ അരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിസിലടിച്ചാൽ ഭയങ്കര ഇടങ്ങറല്ലെങ്കിൽ തന്നെ അതൊക്കെ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മുറുക്കിണ്ടാക്കി ഒരു ശർക്കര അച്ചും അതുപോലെ പൊട്ടിച്ചുണ്ടാക്കിയിട്ടിട്ട് നല്ല നാടൻ പഴം ഉണ്ട് കേട്ടോ കൊടുന്നിട്ട്. അപ്പോൾ അത് പീങ്ങാണ്ട് ചായ കുടിച്ചാനാണ്. മക്കൾക്ക് നല്ല ഇഷ്ടമാണിട്ടത്. അപ്പോൾ ശർക്കരയൊക്കെ ഇട്ട് പീങ്ങാൻ നല്ല ടേസ്റ്റുമാണ്. നല്ല പൊടിയില്ലമായിരിക്കുന്നത്. ചിലത് എത്ര പീങ്ങിയാലും ഇങ്ങോട്ട് ശരിയായി കിട്ടൂല കേട്ടോ. അപ്പോൾ എല്ലാതും എടുത്തേക്കാണ്. ഇനിയിപ്പോൾ 2 ബാക്കി ഉണ്ടെങ്കിലും അവിടെ ഇരുന്നോട്ടെ, മക്കൾ പെരയിലുണ്ടാകുമ്പോൾ അങ്ങനെ തിന്നും. അങ്ങനെ ശർക്കരയൊക്കെ ഇട്ട് ഇത് അടുക്ക് പെറുക്കി വെക്കുകയാണ്. അപ്പോൾ ശർക്കരയുടെ അച്ചയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് വെക്കുകയാണ്. എന്താ വെച്ചാൽ വെള്ളമൊന്നും തോനെ പാരാതെ നമ്മൾ പീങ്ങിയെടുത്താലാണ് പഴ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ അതാ ശർക്കരയൊക്കെ ഇട്ടുകൊടുത്ത് ലേസം വെള്ളം കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം പറഞ്ഞാൽ മതി. എന്നാൽ തന്നെ അതിൻ്റെ ആവിക്ക് അങ്ങനെ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അത് അങ്ങനെ അടച്ച് വെക്കുക. പഴത്തിൻ്റെ മേലൊന്നും വെള്ളം പാരേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇനി പാൽ ചായ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷാലുവിനും മോനുവിനും ഹോർലിക്സ് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൊണ്ടുവരാൻ പറയാൻ മറന്നിക്കണ്. കാരണം വിളിച്ചപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. ഞാൻ പെരയിലിരുന്നു. പെരയ്ക്ക് വിളിച്ചിട്ട് എന്താ വേണ്ടു ചോദിച്ചാൽ നമുക്ക് ഓർമ്മ കിട്ടൂലല്ലോ. അങ്ങനെ അത് അങ്ങനെ വെച്ചു. പിന്നെ ഞാൻ ഇത് നോക്കുമ്പോൾ ചായപ്പൊടി ഇല്ല കേട്ടോ. അപ്പം ഞാൻ പാലിൽ ഇതുപോലെ ഒരു അച്ച് ശർക്കര ഇട്ടുങ്ങാണ്ട് ചായ പോലെ ഉണ്ടാക്കാനാണ്. ചായപ്പൊടി ഇനി വേണ്ട, അങ്ങനെ ഉണ്ടാക്കിയാലും മക്കൾ കുടിച്ചും. അതിൻ്റെ ശേഷം ഞാൻ ഉള്ളിയൊക്കെ തോലൊഴിച്ച് അടുത്ത് വെച്ചിക്കാണ്. അപ്പോൾ ഓൾക്ക് നേരം തന്നെ പോണില്ല എന്ന് പറഞ്ഞപ്പോൾ ഓല് ഉള്ളിയൊക്കെ തോലൊഴിച്ച് അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചൂടാറ്റി കൊടുത്തിട്ട് ഒരു ചായ കുടിച്ചതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് പണിയെടുക്കാമെന്നൊക്കെ കരുതിയിരിക്കുകയാണ്. അങ്ങനെ ചായ ഭയങ്കര ചൂടാണ്. അപ്പം നല്ല വെള്ളത്തിൽ വെച്ച് ചൂടാറ്റാനും മക്കൾക്ക് പറ്റൂല. അപ്പം ഞാൻ കുറേ നേരമൊക്കെ ഇങ്ങനെ ആറ്റി കൊടുത്ത് നിന്നു. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ കുക്കറിൻ്റെ എയറൊക്കെ പോയപ്പോൾ അത് തുറന്നു നോക്കിയപ്പോൾ പഴം നല്ല ഇങ്ങോട്ട് വെന്തുടഞ്ഞുക്കണു കേട്ടോ. തോലൊക്കെ ഇങ്ങോട്ട് വേറിട്ട് പോന്നിക്കണു. ഇങ്ങനെ നല്ല ഇഷ്ടമാണ് മക്കൾക്ക്. അപ്പം ഞാൻ എല്ലാവരും കോരി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ശർക്കര ഇട്ട് പീങ്ങിയാൽ തോനെ നേരം നമ്മൾ പഴം വെക്കാൻ പറ്റൂല. അപ്പം ഇത് നമ്മൾ ഈ ശർക്കര ഇട്ട് പീങ്ങിയാലും അത് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ബലം വെച്ചിങ്ങാണ്ടാവും. അപ്പോൾ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടൂല. അധികവും പഴം ശർക്കര ഇട്ട് പീങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ചൂടോടുക്കനെ തിന്നാൻ നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കൊണ്ടു. വെയിറ്റൊക്കെ കുറവില്ല മക്കൾക്ക് പഴം കൊടുക്കുന്നത് നല്ലതാണല്ലോ. അതുപോലെ തന്നെ അതിക്ക് ഞാൻ ശർക്കര വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ പകരം നമ്മൾ തേങ്ങാപ്പാലുണ്ടല്ലോ, തേങ്ങാപ്പാലിൽ വെള്ളമൊന്നും കൂട്ടാതെ നമ്മൾ ആ 1-ാം പാൽ കൊണ്ട് പീഞ്ഞിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി കൊടുത്തു കൊണ്ടു. മക്കളൊക്കെ നല്ല തിന്നും. ഷാലുവിനും മോനുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ തേങ്ങയൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. തേങ്ങ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട്. വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ ഓൾക്ക് 2 നന്നാലെല്ലാം കൊടുത്തു. ഞാനിത് എനിക്ക് 2 എടുത്ത് വെച്ചിട്ടുണ്ട്. ഞോലെടുത്ത് പോയിരുന്ന് ഇങ്ങനെ ചായ കുടിച്ചട്ടെ, അതിൻ്റെ ശേഷം ബാക്കിയുള്ള പണി ഇങ്ങനെ ചെയ്യാലോ വെച്ചിട്ടാ. അപ്പം ഇതിന് മോനും ഇതാ സ്കൂൾക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. കുറച്ച് വൈകിട്ടാട്ടന്ന് ട്യൂഷന്. സ്കൂളൊന്നും ഇല്ലാത്തതല്ല. അതുപോലെ തന്നെ കുറച്ച് വൈകിട്ടേ ട്യൂഷൻ വിടുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ പഠിക്കണതിനനുസരിച്ചാണ് ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് വിടൽ കേട്ടോ.
അതൊക്കെ കഴിഞ്ഞ് മോന് പോയതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്തു, അല്ലാതും നേരാക്കി വെച്ചുണ്ടാക്കിയപ്പോൾ നമ്മളെ ഷാലു ചെടി കുഴിച്ചിടുക. ഷാലുവിന് നേരം തന്നെ പോണില്ല. അപ്പോൾ ഷാലു എന്ത് ചെയ്തു, അടുക്കളയിൽ വന്ന് ബീൻസ് നുറുക്കി ഞാൻ ഉള്ളിക്കറി വെക്കാൻ വേണ്ടിങ്ങാണ്ട് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു. തിരുമ്പൽ കഴിഞ്ഞിട്ട് ഉണക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴാണ് ബാബു വിളിച്ചത്, ചോറ് വെക്കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് സമാധാനമായിട്ടോ. അപ്പം എൻ്റെ പണി ഒന്നും പാടെ ഞാൻ സ്പീഡിൽ നോക്കി അങ്ങനെ ഫ്രിഡ്ജൊക്കെ തുടച്ച് എല്ലാതും റെഡി ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ബീൻസൊക്കെ ഒരു പാത്രത്തിലിട്ടുണ്ട് അടച്ച് വെച്ചാൽ പിറ്റന്നാൾ നമുക്ക് എടുക്കാമല്ലോ. ഞാൻ ബീൻസ് ഉപ്പേരിയും വെക്കാം, ഉള്ളിക്കറി വെക്കുകയും ചെയ്യാമല്ലോ. എന്നാൽ അങ്ങനെയാണ് പോട്ടെ വെച്ചിട്ടായിരുന്നു. പിന്നെ ഉണക്കൽ മീനുണ്ട്, അത് പൊരിച്ചാന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് പിന്നെ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ബാബു വിളിച്ചേക്ക് പിന്നെ ചോറൊന്നും വെക്കാൻ നിന്നില്ല. അപ്പം എനിക്ക് തോന്നി മാറാലേക്ക് ഒന്ന് തട്ടട്ടേന്ന്. നമ്മൾ എത്ര ഇതാക്കിയാലും മാറാലെ പെട്ടെന്ന് വരും കേട്ടോ ഈ ഓടിട്ട പെരയിൽ. അങ്ങനെ ഇന്ന് വലിയ അടുക്കളപ്പണിയൊന്നും ഉണ്ടായില്ല. എടുത്ത് വെച്ച സാധനമൊക്കെ ഫ്രിഡ്ജിക്ക് വെച്ചിട്ട് എന്ത് ചെയ്തു, ഒന്ന് ഷാലുവിനോട്ട് എന്തായാലും ഞാൻ പറഞ്ഞു നമുക്ക് നീന്തക്കം പഠിച്ചാൻ പോവാം. നമ്മൾ നീന്തക്കം പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ ഇടങ്ങറാണ് കേട്ടോ. മക്കൾക്കൊക്കെ നീന്തക്കം പഠിപ്പിച്ചൊരുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിപ്പിച്ച് കൊടുക്കുക. അപ്പം ഇതിനിതാ ബാബു വന്നപ്പോൾ എന്ത് ചെയ്തു, ചോറ് കൊടുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് കൊടുന്നപ്പോൾ എന്ത് ചെയ്തു, അതൊക്കെ പാത്രത്തിലിട്ടിട്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. കാരണം രണ്ടീച്ച പയം തിന്നതല്ലേ. ഇപ്പം നേരം 12:30 1 മണിയായിക്കൊണ്ട് എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ. അപ്പം ഒന്ന് കുളിച്ചാലൊന്നും നിന്നില്ല. കാരണം ഷാലുവിനോട്ട് കുളത്തേക്ക് പോകണം നീന്തക്കം പഠിപ്പിച്ചാന്ന് വെച്ചിട്ടാണ് പിന്നെ നേരം വൈകിയത്. പിന്നെ ഞങ്ങളോട് പറഞ്ഞല്ലോ, അവരോട് നിന്ന് വന്നാൽ നമുക്ക് ഒന്നിനും തോന്നൂല, നേരം ഇങ്ങനെ പോവാന്നല്ലാതെ നമ്മളൊരു പരിപാടിയും കജ്ജൂല. അതിൻ്റെ ശേഷം ബാബു എന്ത് ചെയ്തിരിക്കണത്, നെയ്ച്ചോറും ഇറച്ചിയാണ് പള്ളിക്കന്ന് കിട്ടിയത്. പാലും കൊടുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പായസം അപ്പം തന്നെ വെക്കണം, ഈ ഉച്ചക്ക് തന്നെ വെക്കണം. അടുക്കള പണി ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന് ഒരുപാട് മെനക്കടല്ല. അപ്പം ഞാൻ ദിമ്മക്കൊന്നും തിരിഞ്ഞില്ല. ബാബു തന്നെയാണ് ഏകദേശം എല്ലാ പണിയും ചെയ്തിരിക്കണത്. അതിൻ്റെ ശേഷം ഞാനിതാ അടിച്ചോരലും തുടക്കലൊക്കെ വന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്ത് കൊടുക്കാൻ കൂടിയിട്ടോ. അപ്പം ഞാനൊന്ന് ഇളക്കിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ ചുറ്റും. പിന്നെ കുറച്ച് നേരമൊക്കെ ഇളക്കി നിന്നിട്ട് അതൊന്ന് ചൂടാറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഷാലൂനും മോനൂനും പരന്ന ഓരോ പാത്രത്തേക്ക് പായസമൊക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ കുടിച്ചതിൻ്റെ ശേഷം ഈ പാത്രം ഒന്ന് മാറ്റി വെക്കണം, ഇനി വേറൊരു പാത്രത്തിൽ കൊഴിച്ച് വെച്ചാൽ അങ്ങനെ ഇരുന്നോളുമല്ലോ. പിന്നെ പായസം നല്ല ബാക്കിയുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ വൈകുന്നേരത്ത് കുടിച്ചാൽ. ഇനി ലേസം ഉണ്ടെങ്കിൽ നമുക്ക് നാളേക്കൊക്കെ ആണെങ്കിലും പായസം ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നല്ല കുറുകണ വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ഞാനിത് അതൊന്നും പാടെ ചുവറ്റിയിട്ട് പറന്നിട്ട് വേറൊരു പാത്രത്തിൽ കൊഴിച്ച് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരട്ടോ. അടിപൊളി പായസമാണ്. ഇവൽക്കൊക്കെ സേമിയം പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ പാത്രം ഒന്ന് മാറ്റിയപ്പോൾ ഒരുപാട് പായസം ഉണ്ട്. 4 പാക്കറ്റ് പാലാണ് കേട്ടോ, വേറെ വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല. നല്ലപോലെ പായസം വെച്ച് നല്ല ചൂടാറുവോളം ഇങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ ചോറൊക്കെ തിന്നിട്ട് കുടിച്ചാനും രാത്രിയിൽ കുടിച്ചാനൊക്കെ ഉണ്ടാവും കേട്ടോ പായസം. അതിൻ്റെ ശേഷം എന്ത് ചെയ്തു, ഇനി ചോറ് തിന്നാന്ന് ഇറങ്ങാണ്ട് അങ്ങനെ ചോറ് തിന്നായിരുന്നു. ചോറേ കഴിഞ്ഞിട്ട് നമുക്ക് ഷാലുവിനോട് പോവാന്ന് പറഞ്ഞിക്കാട്ടോ. ഷാലുവിനാണെങ്കിൽ എവിടേക്കെങ്കിലും പോവാൻ കരുതിയാൽ പിന്നെ അത് പോയേ പറ്റൂ. കഴിഞ്ഞ ആഴ്ച ഒന്ന് കുളത്ത് പോയി നീന്തക്കം കുറച്ചൊക്കെ പഠിപ്പിച്ച് പോന്നു. പിന്നെ ഞങ്ങൾ ഇനി പോയിട്ട് കുളം ഒന്ന് കാണിച്ച് തരട്ടോ. ചോറയൊക്കെ കഴിഞ്ഞാൽ പിന്നെ രാത്രിക്കൊക്കെ കണ്ടില്ല, ഞങ്ങൾ അതിൽ ഇഷ്ടം പോലെ ചോറുണ്ട്. അപ്പോൾ രാത്രിക്കൊക്കെ നെയ്ച്ചോറ് എനിക്ക് വലിയ ഇഷ്ടമില്ല. വൈകുന്നേരത്ത് ഞാൻ വേറെ എന്തെങ്കിലും അപ്പം എന്തെങ്കിലും ചൂടും. ബിരിയാണി ആയാലും നെയ്ച്ചോറാണെങ്കിലും ഒരു നേരം തിന്നാൽ 2ാം നേരം തിന്നാൽ എനിക്ക് പറ്റൂല കേട്ടോ. ഷാലും മോനും ബാബുവൊക്കെ തിന്നു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ കുളം എത്തിയിട്ടുണ്ട്. കുളം കാണേണ്ട ഒരു കുളം തന്നെയാണ് മക്കളെ. എന്താ വെച്ചിട്ടാ കണ്ടില്ല ഞങ്ങൾ, ഈ നേരത്തെ ആരും ഉണ്ടാവില്ല. 2:30 മണിക്കാണ് ഞങ്ങൾ ഈ കുളത്തേക്ക് വന്നിരിക്കുന്നത്. പാടത്താണ് കേട്ടോ കുളം. വരും വെയിലാണ്, എന്നാലും വേണ്ടില്ല, വെള്ളത്തേക്ക് ഇറങ്ങിയാൽ അതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു ജാക്കറ്റൊക്കെ കൊടുന്നിട്ടുണ്ട് നീന്തകം പഠിപ്പിച്ചാൽ വേണ്ടിങ്ങാണ്ട്. ഒന്ന് പേടി മാറ്റാനാണ് കേട്ടോ ജാക്കറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഈ കുളത്തിൽ നീന്തകം പഠിപ്പിച്ചാൽ നല്ല സുഖമാണ് കേട്ടോ. കാരണം 4 പുറം റേക്കുണ്ട് നമുക്ക് നിൽക്കാൻ. അപ്പോൾ നല്ല സുഖമായിട്ട് നീന്തക്കം പഠിപ്പിച്ചാൽ. പിന്നെ അതുമല്ല കേട്ടോ, ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും നീന്തക്കം പഠിപ്പിച്ചണം. കാരണം ആൺകുട്ടികളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് എപ്പോഴും ഒരുപോലെ ആവില്ലല്ലോ. നമ്മളെ കയ്യിൽ നിന്ന് എവിടേക്കൊക്കെ ഒരു പോവും. കാരണം നമ്മളും പാടറിയില്ല, നമ്മളറിയാതെ ഈ കാരം മക്കൾ എവിടേക്കെങ്കിലും പോയി കുളത്തേക്കോ പോയേക്കോ ഒക്കെ പോവുള്ളൂ. അതുകൊണ്ട് വൈക്കുമായിട്ട് പഠിപ്പിച്ചപ്പോൾ അടുത്ത് നമ്മളൊരു പോലീസുകാരൻ ഫിലിപ്പ് ഉണ്ടല്ലോ, ആ സാറ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിലൊരുപാട് നമുക്ക് മനസ്സിലാക്കാണ്ട്. നമ്മൾ മക്കൾ വള്ളത്തേക്ക് ഇറങ്ങിയാൽ മക്കൾക്ക് നീന്തക്കം നിച്ചല്ല മക്കളാണെങ്കിലും മുങ്ങി പൊന്തുന്നത് കണ്ടാൽ നോക്കി നിൽക്കല്ല, ഒരു മാർഗമില്ല. പിന്നെ എല്ലാതും കഴിഞ്ഞിട്ടേ കാര്യം നമ്മളൊക്കെ അറിയാം. റബ്ബ് ഇങ്ങനത്തെ അപകടങ്ങളെ തൊട്ട് നമ്മളെല്ലാവരും കാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ
പറ്റുള്ളൂ. പിന്നെ ഇന്നൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാനത് പറയുകയായി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ജെസ്സിയുടെ വീഡിയോ എല്ലാം ഇട്ടീന്ന്. അപ്പോൾ ഫസീല അഷ്റഫ് ഹായ്, അങ്ങനെ ഓരോരുത്തർ എഴുതുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റ് എഴുതണം കേട്ടോ. നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ഈ കുളത്തിൻ്റെ ചുരുക്കം നിങ്ങൾ കണ്ടോളിട്ടോ. ഞാൻ ഇവിടെ ഒന്നും വോയിസ് കൊടുക്കണില്ല. ഇനി ഷാലു ചാടണവും മോനും നീന്തണതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്.